നമസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 4ാം ടെസ്റ്റ് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ പ്രതീക്ഷകൾ മുഴുവൻ സ്റ്റാർ ബാറ്റർ KL രാഹുലിലാണ്. അതിന് കാരണം ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം ബാറ്റർമാർക്കും മുട്ടിടിച്ചപ്പോൾ ടീമിന്റെ രക്ഷയ്ക്കെത്തിയത് അദ്ദേഹമാണ് എന്നതാണ്. 3 ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ റൺവേട്ടക്കാരിൽ തലപ്പത്തുള്ളതും രാഹുൽ തന്നെയാണ്. എന്നാൽ ബോക്സിംഗ് ഡേ എന്നറിയപ്പെടുന്ന ക്രിസ്മസിന്റെ അടുത്ത ദിവസം ആരംഭിക്കുന്ന മെൽബണിലെ 4ാം ടെസ്റ്റിൽ അദ്ദേഹം ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയേക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഇതെന്താണെന്നുള്ള വിശദമായി നോക്കേണ്ടത്. KL രാഹുലും ബോക്സിംഗ് ഡേ ടെസ്റ്റുകളും എടുത്താൽ രസകരമായ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ബോക്സിംഗ് ഡേയിലെ ഒരു ടെസ്റ്റിൽ സെഞ്ചുറി കുറിച്ചാൽ അടുത്ത വർഷത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ അദ്ദേഹം ഫ്ലോപ്പ് ആകും എന്നാണ് ചരിത്രം പറയുന്നത്. 2021 ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് രാഹുൽ ഇന്ത്യക്ക് ടെസ്റ്റ് കളിച്ചത്. ഈ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയുമായി അദ്ദേഹം മിന്നിക്കുകയും ചെയ്തു. 123 റൺസാണ് താരം കുറിച്ചത്. എന്നാൽ 2022 അടുത്ത ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ രാഹുൽ ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറുകയായിരുന്നു. 2023 വീണ്ടും ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇറങ്ങിയ രാഹുൽ സെഞ്ചുറിയുമായാണ് തിരിച്ചു വന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ വച്ചായിരുന്നു ഈ ടെസ്റ്റ്. ഈ മത്സരത്തിൽ 101 റൺസാണ് അദ്ദേഹം നേടിയത്. ഇപ്പോഴത്തെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിന് തയ്യാറെടുക്കുകയാണ് രാഹുൽ. 2021 മുതൽ ഇതുവരെയുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഇത്തവണ അദ്ദേഹം ബാറ്റിംഗിൽ ഫ്ലോപ്പ് അയക്കുമെന്ന് ആശങ്കയാണുള്ളത്. ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ മെൽബണിൽ രാഹുൽ ബാറ്റിംഗ് നിരാശപ്പെടുത്തുന്നതാണ് കൂടുതൽ സാധ്യത എന്നാണ് അറിയുന്നത്. എന്നാൽ ചരിത്രം തിരുത്താൻ അദ്ദേഹത്തിന് ഇത്തവണ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തവണ ട്രാവിസ് ഹെഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റണ്ണെടുത്തിട്ടുള്ള 2ാമത്തെ ആൾ കൂടിയാണ് KL രാഹുൽ. 3 ടെസ്റ്റുകളിലെ 6 ഇന്നിംഗ്സുകളിലായി 47 ശരാശരിയിൽ 235 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 2 50+ സ്കോറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 85 റൺസാണ് രാഹുൽ ഉയർന്ന സ്കോർ. പെർത്തിലെ ആദ്യ ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. ഇന്ത്യയുടെ മറ്റാരും തന്നെ പരമ്പരയിൽ ഇനിയും 200 റൺസ് പോലും നേടാനാകാതെ കഷ്ടപ്പെടുമ്പോഴാണ് ബാറ്റിംഗിൽ എത്രമാത്രം ഇമ്പാക്റ്റാണ് രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമാവുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഈ ടെസ്റ്റിൽ ഓപ്പൺ ചെയ്യാൻ ലഭിച്ച അവസരം ശരിക്കും മുതലാക്കുകയായിരുന്നു രാഹുൽ. ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്താൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. 2ാം ടെസ്റ്റിൽ രോഹിത് ടീമിലേക്ക് മടങ്ങിയെത്തിയിരുന്നെങ്കിലും രാഹുലിന് വേണ്ടി ഓപ്പണിംഗ് റോള് വേണ്ട എന്ന് വയ്ക്കുകയും അദ്ദേഹം 6ാം നമ്പറിലേക്ക് മാറുകയുമായിരുന്നു. അതേസമയം 4ാം ടെസ്റ്റിന് തയ്യാറെടുക്കവേ നെറ്റ്സിൽ വെച്ച് ബാറ്റിംഗിനിടെ ബോൾ കയ്യിൽ തട്ടി രാഹുലിന് പരിക്കേറ്റതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ രാഹുൽ തീർച്ചയായും കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്.